നിതിൻ രാജിന്റെ വീട് ഇപ്പോൾ സ്പീക്കർ എൻ ഷംസീർ സന്ദർശിക്കുകയാണ്. തിരുവനന്തപുരത്ത് നെടുമങ്ങാട്ടുള്ള നിതിന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ് സ്പീക്കർ. അതോടൊപ്പം തന്നെ ജാത്യാധിക്ഷേപം ഇതൊക്കെയാണ് അദ്ദേഹത്തിന് നേരെ ഉണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇതൊന്നും ഒരു സിവിലൈസ്ഡ് സമൂഹത്തിന് ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം. അതോടൊപ്പം ഈ കേരളത്തിലെ അപൂർവം ക്യാമ്പസുകൾ മാത്രമാണ് ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇതിനൊരു പോംവഴി വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ സജീവ സാന്നിധ്യം തന്നെയാണ്. SFI ആവട്ടെ, മറ്റിതര വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളാവട്ടെ, ക്യാമ്പസുകളിൽ വിദ്യാർത്ഥി സംഘടന ഉണ്ടായാൽ മാത്രമേ അധ്യാപകന്മാരുടെ ഇത്തരം വിക്ടിമൈസേഷന് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിന് നേരത്തെ TD മെഡിക്കൽ കോളേജിന് സമാനമായൊരു സംഭവം ഉണ്ടായിരുന്നു. അവിടെ പിന്നീട് SFI ഉൾപ്പെടെ സംഘടന സജീവമായപ്പോൾ ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. അതുകൊണ്ട് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെ കേരളത്തിലെ ക്യാമ്പസിൽ നിന്ന് ആട്ടിയകറ്റാൻ വേണ്ടി ആരൊക്കെയാണോ പരിശ്രമിച്ചത് അവരൊക്കെയാണ് ഇത്തരം ക്യാമ്പസുകളിൽ ഇത്തരം സംഭവങ്ങൾക്കുള്ള ഉത്തരവാദികൾ. കേരളത്തിൽ വിദ്യാർത്ഥി സംഘടനാ രാഷ്ട്രീയം സജീവമാണ് ക്യാമ്പസുകളിൽ. അതിലൂടെ മാത്രമേ ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം ആരോപണ വിധേയരായ ഡോക്ടർമാർ ഡെന്റൽ കൗൺസിലിൽ അവരുടെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യണം. അവരിനി പ്രാക്ടീസിങ്ങിന് യോഗ്യരല്ല. അവരുടെ അംഗത്വം റദ്ദ് ചെയ്യാൻ ഡെന്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യ നടപടി സ്വീകരിക്കണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. സ്പീക്കർ എൻ ഷംസീർ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. നെടുമങ്ങാട്ടെ നിതിൻ രാജിന്റെ വസതിയിലെത്തി മാതാപിതാക്കളെ ആശ്വസിപ്പിച്ചതിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. വിദ്യാർത്ഥി സംഘടനാ രാഷ്ട്രീയം കോളേജുകളിൽ നിന്ന്, ക്യാമ്പസുകളിൽ നിന്ന് ആട്ടി അകറ്റിയവരാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് ഉത്തരവാദികൾ എന്നും കർശനമായ നടപടികൾ എടുക്കാൻ, ഇത്തരം അധ്യാപകർക്കെതിരെ നടപടിയെടുക്കാൻ ഉള്ള ശ്രമങ്ങൾ ഉണ്ടാകണമെന്നുമാണ് കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ഉത്തരവാദികളായവർക്കെതിരെ നടപടി വേണമെന്നുകൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. എൻ ഷംസീർ സ്പീക്കർ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.